ഈ പ്ലാസ്റ്റിക് വന്നോടുകൂടിയാണ് ഞങ്ങൾക്കൊക്കെ പണി കിട്ടിയേക്കണത്. 50 പൈസയാണ് എനിക്ക് വണ്ടിക്കാശും ഇതും എല്ലാം കൂടെ എനിക്ക് കിട്ടണത് ഒരു സഞ്ചിയുമാണ്. 20 കിലോ അരി കൊള്ളൂ ഇതിൻ്റെ അകത്ത്. ഇപ്പം ഇതാർക്കും വേണ്ട. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പ്ലാസ്റ്റിക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും എനിക്ക് ഇതേപോലെ തന്നെ പണി കിട്ടുമോയെന്നൊരു പേടിയുണ്ട്. എൻ്റെ പേര് റജീന. ഞാൻ മൂലേപ്പാടം റോട്ടിലാണ് താമസിക്കുന്നത്, വാഴക്കാല. ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്. ഇതെല്ലാം ഇപ്പം ഇവിടെ കെട്ടിക്കിടക്കണേണ്. ഞാൻ ഒറ്റക്കല്ല, കുറച്ച് പേരും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. എല്ലാവരും വീട്ടമ്മമാരാണ്, പണിക്കൊന്നും പോണില്ല. അത്യാവശ്യം എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഇപ്പം സഞ്ചി ഓരോ കടകളിൽ കൊണ്ടുപോയി നമ്മൾ കൊടുക്കുമ്പോൾ പറയണത് അവർക്ക് കവറ് വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സഞ്ചി എടുക്കണേലും ലാഭം കവർ എടുക്കലാണ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ 2-3 പ്രാവശ്യം കടകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ സഞ്ചി എടുത്തിട്ട് അവർ സാധനങ്ങളാണ് ഞങ്ങൾക്ക് തന്നത്, അല്ലാതെ പൈസയായിട്ട് തന്നില്ല. അപ്പോൾ പൈസയായിട്ട് തരാതെ നമുക്ക് നടക്കൂല. പ്ലാസ്റ്റിക് ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് ഒന്ന് കൊടുക്കണമെങ്കിൽ നമ്മുടെ വീടുകളിലിട്ട് കത്തിച്ച് കളയാൻ പറ്റൂല. ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അതെടുക്കണമെങ്കിൽ 60 രൂപ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഘട്ടമായപ്പോഴാണ് ഞങ്ങൾ സ്വന്തമായിട്ട് തുണിയെടുത്തത്. മറ്റത് നമ്മൾ തയ്ച്ച് യൂണിറ്റിലേക്ക് കൊടുത്താൽ മതിയായിരുന്നു. നമുക്ക് ആ തയ്യക്കാശ് മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു സഞ്ചി അടിക്കുമ്പോൾ നമുക്ക് കിട്ടണത് 2 രൂപയൊക്കെ വെച്ചാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നിച്ച് ഞാൻ പോയി സാധനം എടുത്തുകൊണ്ട് വരും, സഞ്ചി മൊത്തത്തിൽ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരേ വീട്ടമ്മമാരെയും കൊണ്ട് തയ്പ്പിക്കും. അവർക്ക് ഞാൻ 1 രൂപ വെച്ച് കൊടുക്കും. 50 പൈസയാണ് എനിക്ക് വണ്ടിക്കാശും ഇതും എല്ലാം കൂടെ എനിക്ക് കിട്ടണത് ഒരു സഞ്ചിയുമാ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അത് കഴിഞ്ഞ് പിന്നെ സ്വന്തം ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടും ചെയ്തതാണിത്. അപ്പോൾ അത് ഇങ്ങനെ വീട്ടിലിരിപ്പായി. ഈ ഒരു സഞ്ചി ഉണ്ടാക്കാൻ നമുക്കൊരു 2-3 മിനിറ്റ് മതിയാകും. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചീത്തയായി പോകൂല. മറ്റുള്ള സഞ്ചികളെ പോലെ പെട്ടെന്ന് ഞാനിപ്പോൾ 2 സഞ്ചി എടുത്തിട്ടുണ്ട്. 1.5 വർഷം മുമ്പ് ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് 2 സഞ്ചിയാണ് ഉപയോഗിക്കണത്. ആ മാസത്തിലൊക്കെ ഒന്നിച്ച് പോയി സാധനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കണത്. ആ സഞ്ചി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണത്. ഇതുവരെ ഈ ഒരു ഉടച്ചല ഒന്നും സംഭവിച്ചിട്ടില്ല ആ സഞ്ചിക്ക്. ഇപ്പം ഇത് പടി അടിച്ചേക്കുന്നതൊക്കെ ഡബിൾ സ്റ്റിച്ച് ഇട്ടാണ് അടിച്ചേക്കുന്നത്, കെട്ടിട്ട് തന്നെയാണ് തയ്ച്ചേക്കുന്നത്. എല്ലാ സഞ്ചിയും അതേപോലെ തന്നെയാണ് തയ്ച്ചേക്കണത്. പിന്നെ വിട്ടുപോകില്ല, നമ്മൾ എന്തോരം വെയിറ്റ് എടുത്താലും വിട്ടുപോകില്ല. ലാസ്റ്റായപ്പോൾ ഈ തുണിയൊക്കെ തയ്ച്ചതിൻ്റെ പൈസ ഞാൻ കൊടുത്തേക്കുന്നതാണ് അവർക്ക് എല്ലാവർക്കും. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തുണിയും മേടിച്ച് അവർക്ക് തയ്യക്കാശും കൊടുത്ത് എല്ലാം കൊടുത്ത് സഞ്ചി മൊത്തം എൻ്റെ പെരയുടെ മുകളിലുമാണ്. പരിസ്ഥിതിക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തുണി സഞ്ചികൾ ആണ് നല്ലത്. അത്തരം തുണി സഞ്ചികൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ? കാരണം ഇപ്പോൾ കടകളിലൊക്കെ കൂടുതലും ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അതായത് നിരോധിത പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കടകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടൊന്നും പരിപാലിക്കപ്പെടുന്നില്ല. പരിശോധനകൾ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇത്തരം തുണിസഞ്ചികൾ വിൽക്കപ്പെടാതെ കിടക്കുകയാണ് അല്ലേ? അപ്പോൾ സർക്കാരിനോടായിട്ട് എന്താ പറയുക? സർക്കാരിനോട് പറയണത് ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു നിയമങ്ങളും വരരുത്.